Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് ടൂറിസം എന്നുള്ളതാണ്. അതായത് ടൂറിസത്തിൻ്റെ ടൈപ്സ് അല്ലേ, ടൈപ്സ് ഓഫ് ടൂറിസം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ടൈപ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ടൈപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് ഒരു 4 ടൈപ്പും കൂടി എന്ത് ചെയ്യാണ്ട് പറയാണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നോക്കൂ, നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് ടൂറിസം എന്നുള്ളതാണ്. അടുത്ത ടൈപ്പ് ഏതാ? വൈൽഡ് ലൈഫ് ടൂറിസം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികൾ എന്നുള്ളതാണ് വൈൽഡ് ലൈഫ്. അതായത് വന്യജീവികളെ കാണാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിനോദയാത്രകൾ. ഹണ്ടിങ് ഈസ് പ്രൊഹിബിറ്റഡ് അണ്ടർ ഇന്ത്യാസ് വൈൽഡ് ലൈഫ് ടൂറിസം പോളിസി. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ടൂറിസം പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ ഹണ്ടിങ് ഇന്ത്യയിൽ വിലക്കിയിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഹണ്ടിങ് വേട്ട നടത്താൻ പറ്റില്ല. അതായത് ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ടൂറിസം പോളിസിയുടെ ഭാഗമായിട്ട് ഹണ്ടിങ് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ക്യാൻ ഓൺലി വ്യൂ വൈൽഡ് ആനിമൽസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവികളെ അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാട്ടിൽ പോയിട്ട്, കാരണം അവയുടെ വന്യജീവികളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. അവ സ്വാഭാവികമായിട്ടുള്ള അവയുടെ ആ ഒരു ജീവിത സ്ഥലം, ഹാബിറ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കാട്ടിൽ പോയിട്ട് നമുക്ക് അവയെ കാണാം. വിസിറ്റേഴ്സ് ക്യാൻ ഓൺലി വ്യൂ വൈൽഡ് ആനിമൽസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഏതൊക്കെ? ലയൺസ്, ടൈഗേഴ്സ്, എലഫൻസ്, റൈനോസ്, പാൻഡാസ്, ലെപ്പേർഡ്സ്, വൈൽഡ് ഡോഗ്സ്, ബിയേഴ്സ്, ഡീർ, പൈത്തൺസ്, കിങ് കോബ്ര, മോണിറ്റർ ലിസാർഡ് അതായത് ഉടുമ്പ്, ടേർട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ കേട്ടോ, ടേർട്ടിൽസ്. അതുപോലെ തന്നെ മറൈൻ ക്രിയേച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കാണുന്ന ജീവികൾ, സച്ച് ആസ് ഷാർക്ക്, ഡോൾഫിൻസ്, സീ സ്നേക്സ് കടൽ പാമ്പുകൾ, ആൻഡ് ക്രൊക്കോഡൈൽസ് ആർ എമംഗ് ദി കൺട്രീസ് വൈൽഡ് ലൈഫ്. ഇവ നമ്മുടെ നാട്ടിലെ വന്യജീവികളിൽ പെട്ടവയാണ്. അതായത് ആനയും സിംഹവും അതുപോലെ തന്നെ ഉടുമ്പ്, പിന്നെ അതുപോലെ തന്നെ ഏതാനും സമുദ്രത്തിൽ കാണപ്പെടുന്ന അല്ലേ ഷാർക്കും ഡോൾഫിനും സീ സ്നേക്സ് ഇതുപോലുള്ള സംഭവങ്ങൾ, ഇവയെല്ലാം ഇവയുടെ ആ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ, അതായത് ഇവയെ നമ്മൾ ഉപദ്രവിക്കാതെ ഇവ ജീവിക്കുന്ന ഇവയുടേതായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിൽ നമുക്ക് ഇവയെ പോയിട്ട് വീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തത് അഡ്വഞ്ചർ ടൂറിസം. അഡ്വഞ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സാഹസം. അപ്പോൾ കുറച്ച് സാഹസികത ആവശ്യമായിട്ടുള്ള ടൂറിസം. അഡ്വഞ്ചർ ടൂറിസം ഈസ് എ സബ്സെറ്റ് ഓഫ് ടൂറിസം ദാറ്റ് കമ്പൈൻ റിസ്ക്, സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് ഇൻ എക്സ്പ്ലോറേഷൻ ഓർ ട്രാവൽ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഫിസിക്കൽ എഫേർട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കിൽസും റിസ്ക്കും ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന, എല്ലാം ആവശ്യമായിട്ട് വരുന്ന ഒരു ടൂറിസമാണ് ഇത് അഡ്വഞ്ചർ ടൂറിസം. അപ്പോൾ അഡ്വഞ്ചർ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങനെ പോയി നിന്നാൽ പോരാ. നമ്മൾ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ബസ്സിലോ ജീപ്പിലോ കാറിലോ പോകുന്ന പോലെയല്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം ട്രാവലിനും, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ. എക്സ്പ്ലോറേഷൻ അത്ര സിമ്പിൾ അല്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസത്തിൽ കമ്പൈൻസ് റിസ്ക്, സ്പെഷ്യൽ സ്കിൽസ്, ഫിസിക്കൽ എഫേർട്ട് ഇവയെല്ലാം ചേർന്ന് വരുന്ന ഒരു ടൂറിസമാണ്.
ഇന്ത്യസ് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡ്സ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ. എന്താണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അബണ്ടന്റ് നാച്ചുറൽ ആൻഡ് എക്കോ ടൂറിസം റിസോഴ്സസ്. സമൃദ്ധമായിട്ടുള്ള പ്രകൃതി സംബന്ധമായിട്ടുള്ള ടൂറിസം റിസോഴ്സസ്. അതായത് ഇന്ത്യയിൽ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, പ്രകൃതി സംബന്ധമായിട്ട്. അതായത് പ്രകൃതിയാലുള്ള റിസോഴ്സസ്. അത് ഏതൊക്കെയാ? 70% ഓഫ് ദി ഹിമാലയാസ്. അതായത് ഹിമാലയത്തിന്റെ 70%. പിന്നെ 7000 കിലോമീറ്റേഴ്സ് ഓഫ് കോസ്റ്റ് ലൈൻ. 7000 കിലോമീറ്റർ സമുദ്രതീരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് എ 10th പ്ലേസ് റാങ്കിങ് ഇൻ ടോട്ടൽ ഫോറസ്റ്റ് കവറേജ്. അതായത് ഫോറസ്റ്റിന്റെ ഒരു ഏരിയയുടെ കവറേജ് വെക്കുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 10ാം സ്ഥാനമാണുള്ളത്. അപ്പൊ ഇതൊക്കെ അഡ്വഞ്ചർ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇത്തരത്തില് പിന്നെ മാത്രമല്ല ഈ പറഞ്ഞതെല്ലാം നാച്ചുറൽ ആൻഡ് എക്കോ ടൂറിസം റിസോഴ്സുകളാണ്. അതായത് പ്രകൃതിയാലുള്ള ടൂറിസം റിസോഴ്സുകളാണ്. അതായത് ഹിമാലയത്തിന്റെ 70%, സമുദ്രതീരം എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ 70% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? പിന്നെ ഫോറസ്റ്റുകളും വന്യജീവികളും വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളുമാണ്, സോഴ്സസ് ആണത്, റിസോഴ്സസ്. അതുപോലെ തന്നെ 7000 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട്. 7000. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമുദ്രവുമായി ബന്ധപ്പെട്ട എക്സ്പെഡിഷൻസ്, അതുപോലെ തന്നെ അതുപോലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ടൂറിസത്തിന് സാധ്യത ഏറുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ 10ാം സ്ഥാനമാണ് വരുന്നത്. 10th പ്ലേസ് റാങ്കിങ് ഇൻ ടോട്ടൽ ഫോറസ്റ്റ് കവറേജ്. അതായത് രാജ്യങ്ങൾക്കിടയിലെ ഫോറസ്റ്റ് കവറേജിന്റെ, അതായത് എത്രത്തോളം വനം വരുന്നു എന്നുള്ളത് 10ാം സ്ഥാനമാണ്. അതും നമുക്കറിയാം എക്കോ ടൂറിസം ആണ് എന്ത്? ഫോറസ്റ്റുകൾ, അല്ലേ? അതായത് ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ്, അത്തരത്തിലുള്ള അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. Adventure tourism includes physical activity, cultural exchange and connection with nature. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസത്തില് ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾക്കൊള്ളുന്നുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് അഡ്വഞ്ചർ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കലല്ല. ടൂറിസ്റ്റ് റിസ്ക് എടുക്കണം, അയാളുടെ ശരീരം ഇളകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്, നമുക്ക് എന്ത് ചെയ്യും? സംസ്കാരം കൈമാറ്റപ്പെടുന്നുണ്ട്. കാരണം ഇതിന്റെ ഭാഗമായിട്ട് പല പ്രദേശങ്ങളിൽ, പല ഭാഗങ്ങളിൽ നമുക്ക് വൈവിധ്യമായിട്ടുള്ള സംസ്കാരങ്ങളുമായിട്ട് നമുക്ക് ഇണങ്ങിച്ചേരാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരം കൊടുക്കൽ വാങ്ങലുകൾ. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ വിത്ത് നേച്ചറുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ വരും. അടുത്തത് അഡ്വഞ്ചർ ടൂറിസം 2 തരത്തിലുണ്ട്. അതായത് ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്, സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പൊ അഡ്വഞ്ചർ ടൂറിസം എന്താന്ന് പറഞ്ഞു. ഇനി അഡ്വഞ്ചർ ടൂറിസം 2 തരത്തിലുണ്ട്. ഒന്ന് ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? നമ്മളെ ജീവൻ പോണ കളികൾ എന്നൊക്കെ പറയില്ലേ, ജീവൻ മരണ കളികൾ എന്നൊക്കെ. അപ്പൊ അതുപോലുള്ള, അല്ലേ? അതായത് പിന്നെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള, അല്ലെ, ജീവിതം വെച്ചുള്ള ചില കളികൾ. അപ്പൊ നോക്കൂ, ഈ ഹാർഡ് അഡ്വഞ്ചർ ടൂറിസം എൻറ്റെയിൽസ് ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ എക്സ്പെർട്ടൈസ്, സ്കിൽസ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. എല്ലാരെ കൊണ്ടും കഴിയാത്ത ചില കാര്യങ്ങൾ ഹാർഡ് അഡ്വഞ്ചർ ടൂറിസം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാവോ? അത് ചില്ലറ സംഭവങ്ങളല്ല, ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ആണ്. അതായത് റിസ്ക് വളരെ കൂടിയത്, ഹൈ റിസ്ക് ആക്ടിവിറ്റീസ്. കാരണം അത്തരം കാര്യങ്ങൾ എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. റിക്വയർ എക്സ്പെർട്ടൈസ്, അതായത് അത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, നല്ല സ്കില്ലുള്ള ആളുകൾ, ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ. ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് എന്ത് വേണം?
ട്രെയിനിങ് വേണം. ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഒന്ന് പാളിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ജീവൻ പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഹാർഡ് അഡ്വഞ്ചർ ടൂറിസം. ഇവിടെ ടൂറിസ്റ്റ് മസ്റ്റ് ബി ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ്. ഇത്തരം ഒരു ടൂറിസം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റായിട്ടുള്ള, അതിനൊക്കെയുള്ള ഹെൽത്ത് ഉള്ള, സ്ട്രെങ്ത് ഉള്ള, മെന്റലി ഫിസിക്കലി ഫിറ്റായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടേ കഴിയും. അതുപോലെ തന്നെ ബി ഗൈഡഡ് ബൈ ആൻ എക്സ്പേർട്ട്. കൂടെ ആരും വേണം? നല്ലൊരു എക്സ്പേർട്ട്, അത് ചെയ്ത് പരിചയമുള്ള, കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്ന നല്ലൊരു ഗൈഡിൻ്റെ മേൽനോട്ടത്തിലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ചെറുത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൈനിയറിംഗ്, അതായത് പർവ്വതാരോഹണം, എവറസ്റ്റ് പോലുള്ള വലിയ മലകൾ, കൊടുമുടികൾ കയറുക. നമുക്കറിയാം അതിലൊക്കെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ താഴ്ത്തുകൾ എത്തും, ബാക്കി ഉണ്ടാവില്ല. മറ്റൊന്നാണ് റിവർ റാഫ്റ്റിംഗ്. റിവർ റാഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാഹസികതയുള്ള സാധനമാണ് റിവർ റാഫ്റ്റിംഗ്. ചെങ്ങാടത്തിലുള്ള യാത്ര. ഈ ചെങ്ങാടം എന്ന് പറയുമ്പോൾ അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കണം. അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവിങ് നമുക്ക് അറിയണ്ടായിരിക്കും. ഓക്സിജന്റെ മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുക. അപ്പൊ ഇതൊക്കെ അറിയുന്ന സംഭവങ്ങളാണ്. അറിയുന്ന ആളുകൾക്ക്, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ കൂടെ എന്ത് വേണം? വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ലൊരു ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവൻ പോകുന്ന കേസുകളാണ്. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്ന ടൂറിസമാണ് ഹാർഡ് അഡ്വഞ്ചർ ടൂറിസം. ഇനി രണ്ടാമത്തേത് സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ്. എന്താണ് ഈ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ? സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഇൻവോൾവ്, ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എങ്ങനത്തെ കാര്യങ്ങൾ? മോഡറേറ്റ് റിസ്ക്. ഇവിടെ റിസ്ക് ഉണ്ട്. അതെങ്ങനെയാ? ഒരു മിതമായ റിസ്ക്കും അതുപോലെ തന്നെ ആൻഡ് ഡു നോട്ട് നെസസിറ്റേറ്റ് സ്പെഷ്യൽ സ്കിൽസ് ഓർ എക്സ്പീരിയൻസ്. ഇവിടെ ഈ കാര്യങ്ങൾക്ക് സ്പെഷ്യൽ സ്കിൽസോ എക്സ്പീരിയൻസോ ആവശ്യമില്ല. ചെറിയ റിസ്ക് ഉണ്ട്. അതായത് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് വരുന്ന കാര്യങ്ങളല്ല. ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ടൂറിസമാണ് സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം. ടൂറിസ്റ്റ് പ്രിഫർ സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ലൈക്ക്. ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇതിൽപ്പെട്ട ചിലതാണ് ഹൈക്കിങ്. ഹൈക്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ചൊക്കെ എവറസ്റ്റ് പോലെയല്ല, അതിൽ അത്രയൊന്നും ഇല്ലാത്ത ചെറിയ കുന്നുകളൊക്കെ എന്ത് ചെയ്യാം? നടന്ന് കയറുക കേട്ടോ. ഹൈക്കിങ് പറഞ്ഞാൽ നടക്കലാണ്. അപ്പം ഹൈക്കിങ് നടക്കുക. അതുപോലെ തന്നെ ക്യാമ്പിങ്, കാട്ടിലോ മറ്റോ പോയിട്ട് എന്ത് ചെയ്യുക? ക്യാമ്പ് ചെയ്യുക. അതൊരു ചെറിയ റിസ്ക് ഉണ്ട്. നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ബൈക്കിങ് എന്ന് പറഞ്ഞാൽ അതിൽ റൈഡ്. അപ്പോൾ ഇവിടെ ബൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-110 വേഗതയിൽ റോഡിലൂടെ ഇങ്ങനെ ഓടിക്കലല്ല, ബൈക്കിൽ യാത്ര ചെയ്യുക. അപ്പൊ ഇവിടെ മോഡറേറ്റ് റിസ്ക് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിതമായ സ്പീഡിൽ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100-110 എന്ത് ചെയ്യാണ്? ബൈക്ക് റോട്ടിൽ കൂടി അങ്ങോട്ട് വിടലല്ല, ഒരു സാവധാനത്തിൽ എന്ത് ചെയ്യാണ്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര. ബിക്കോസ് ദേ ആർ ലെസ് റിസ്കി. എന്തുകൊണ്ടാണ് ഇതൊക്കെ ടൂറിസ്റ്റുകൾ താല്പര്യപ്പെടുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ലെസ് റിസ്കി ആണ് അല്ലേ? അതായത് നമ്മൾ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത കുറവാണ്. നല്ല രീതിയിൽ സെറ്റപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ക്യാമ്പിങ്ങിലും അപകട സാധ്യത കുറവാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് ബൈക്കിംഗ് ആണ്. കാരണം ബൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്? ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം, കാരണം വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമല്ല, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതെല്ലാം. ഇത് നമ്മൾ 6ാമത്തെ ടൈപ്പ് ടൂറിസത്തിലേക്ക് പോവാണ്. 6ാമത്തെ ടൈപ്പ് ടൂറിസം എന്നുള്ളത് എക്കോ ടൂറിസം എന്നുള്ളതാണ്. 6ാമത്തെ ടൈപ്പ് എക്കോ ടൂറിസം എന്നുള്ളതാണ്. എക്കോ ടൂറിസം ഇസ് എ ന്യൂ അപ്രോച്ച്. ഇത് ടൂറിസത്തിലെ ഒരു പുതിയ സമീപനമാണ്.
that protects natural areas, cultural and natural history and ecosystem integrity. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ചില കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് എന്ത് എക്കോ ടൂറിസം. ഇസ് എ ന്യൂ അപ്രോച്ച് ദാറ്റ് പ്രൊട്ടക്ട്സ്. എന്തിനൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നാച്ചുറൽ ഏരിയാസ്, അതായത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയാലുള്ള ഏരിയകൾ, ഭാഗങ്ങൾ, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി, അതായത് സാംസ്കാരികവും അതുപോലെ തന്നെ സ്വാഭാവികവുമായിട്ടുള്ള ഹിസ്റ്ററി, അതുപോലെ എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി. എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ആ എക്കോസിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങൾ, തകരാറുകളാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? കാലാവസ്ഥ വ്യതിയാനങ്ങളും പ്രശ്നങ്ങളും. പക്ഷെ ആ എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ അത് വർക്ക് ചെയ്യുക. ആ രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പൊ ഈ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് എന്ത് എക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അപ്പൊ എക്കോ ടൂറിസം നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ആളുകൾ വരുള്ളൂ. അതായത് ആ ഭാഗത്ത് സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കണം. അതില്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് വരില്ലല്ലോ. ഇറ്റ് ജനറേറ്റ്സ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നാച്ചുറൽ റിസോഴ്സസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ജനറേറ്റ്സ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഈ ഒരു എക്കോ ടൂറിസം എന്നുള്ളത് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, സാമ്പത്തിക സാധ്യതകൾ, അവസരങ്ങളെ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ജനറേറ്റ് ചെയ്യാം. ഇറ്റ് ജനറേറ്റ്സ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് എന്തിനുള്ള? നേച്ചുറൽ റിസോഴ്സസ് കൺസർവേഷൻ. നേച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നേച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. കാരണം നമുക്കറിയാം ഇക്കണോമിക് ഇപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ടൂറിസം ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം ഈ നേച്ചുറൽ റിസോഴ്സസ് അത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അത് കാണാനുമാണ് ആര് വരുന്നത്? ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വനങ്ങളും വന്യജീവികളും അല്ലെ, ഫോറസ്റ്റും വൈൽഡ് ലൈഫും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രൊട്ടക്ഷനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ ജനറേറ്റ് ചെയ്യാം. എക്കോ ടൂറിസം ഈസ് ബേസ്ഡ് ഓൺ നാച്ചുർ. എക്കോ ടൂറിസം നാച്ചുറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എക്കോ ടൂറിസത്തിന്റെ അടിത്തറ, അതിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രകൃതി ഇല്ലെങ്കിൽ എക്കോ ടൂറിസം ഇല്ല. അപ്പൊ എക്കോ ടൂറിസം പ്രകൃതിയുമായിട്ട്, നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ഈസ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ. മാത്രമല്ല അത് എൻവയോൺമെന്റുമായിട്ട് നിലനിൽക്കുന്നതാണ്, മുന്നോട്ട് പോകുന്നതാണ്. അത് സസ്റ്റെയിൻ ചെയ്യുന്നത് പ്രകൃതിയുമായിട്ട്, എൻവയോൺമെന്റുമായിട്ട് ചേർന്നിട്ടാണ് അത് പോകുന്നത്. മാത്രമല്ല പ്രൊമോട്ട്സ് എഡ്യൂക്കേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. എക്കോ ടൂറിസം വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക്, ആ പ്രദേശവാസികൾക്ക് അത് ഗുണകരവുമാണ്, ലാഭവുമാണ്. ബെനിഫിറ്റ്സ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അപ്പോൾ എക്കോ ടൂറിസം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ആർക്കാണ്? പ്രദേശവാസികൾക്കാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതാണ് എക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന, അതായത് പ്രകൃതിയാലുള്ള ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് ആണ് നമ്മുടെ പ്രത്യേകത. അപ്പം അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ ടൂറിസം എന്ത് ചെയ്യും? ആ മേഖല തകരും. അപ്പം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്.
നോക്കൂ, ഏഴാമത്തേത് സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ളതാണ്. ഏഴാമത്തേത് സസ്റ്റൈനബിൾ ടൂറിസം, അതായത് എന്നും നിലനിൽക്കുന്ന സുസ്ഥിരമായിട്ടുള്ള. അപ്പോൾ നമ്മൾ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡെസ്റ്റിനേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. അത് എന്നാൽ മാത്രമേ ടൂറിസം സസ്റ്റൈനബിൾ ആവുള്ളൂ. ഇന്ന് മാത്രം ഉണ്ടായാൽ പോരല്ലോ, നാളെയും വേണ്ടേ. സസ്റ്റൈനബിൾ ടൂറിസം ഈസ് എ ടൂറിസം അപ്രോച്ച്. ഇതും ഒരു ടൂറിസം സമീപനമാണ്. ദാറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഇറ്റ്സ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് while also meeting the needs of the visitors, industry and the environment. അതായത് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിസിറ്റേഴ്സ് ആയിട്ടും, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നവര്, അതുപോലെ തന്നെ ആ ഒരു മേഖല, എൻവയോൺമെന്റ്, ഇവയുടെ എല്ലാം ആവശ്യം നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഈ ടൂറിസത്തിന്റെ ഫലമായിട്ട് ഇക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട് വിസിറ്റേഴ്സിൻ്റെയും ഇൻഡസ്ട്രിയുടെയും എൻവയോൺമെന്റിൻ്റെയും ആവശ്യങ്ങളെ പരിഗണിക്കുന്നതോടൊപ്പം ടൂറിസം ഉണ്ടാക്കുന്ന ഇക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സുകളെ പരിഗണിക്കാം. അതായത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു, ഏത് രീതിയിൽ ടൂറിസം പരിസ്ഥിതിക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നു, നമ്മളെ സമൂഹത്തെ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ സാമ്പത്തികമായിട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ടൂറിസം മുന്നോട്ട് നടക്കണം, അത് പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ, അതായത് വിസിറ്റേഴ്സിനും ഈ ഇൻഡസ്ട്രിക്കും എൻവയോൺമെൻറ്റിനും എന്താണോ ആവശ്യമുള്ളത് അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതോടൊപ്പം, കാരണം അതങ്ങനെ മുന്നോട്ട് പോകാൻ ആവശ്യമായത് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ടൂറിസത്തിലൂടെ നമ്മുടെ പരിസ്ഥിതിക്കും, അതായത് ടൂറിസത്തിലൂടെ എൻവയോൺമെന്റലായിട്ടും സോഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടും നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, നമുക്ക് പ്രശ്നങ്ങൾ, ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിനെ പരിഗണിക്കുക, അത് നോക്കുന്ന ഒരു സമീപനമാണ് എന്ത്, സസ്റ്റൈനബിൾ. അതായത് ടൂറിസം മാത്രം നോക്കിയാൽ പോരല്ലോ, അതായത് മറ്റൊന്നും നോക്കാത്ത വെറും ടൂറിസം അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ അതിലൂടെ തന്നെ എന്ത് ചെയ്യും, ഒരു നാട് അല്ലെങ്കിൽ ഒരു രാജ്യം നശിക്കും, അല്ലേ. നമുക്കറിയാവുന്ന കാര്യം, ടൂറിസം എന്ന് പറഞ്ഞിട്ട് ആ പേരിൽ വല്ലാതെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പലരും വരും, അല്ലെ. പല രാജ്യത്ത് നിന്നും പല ആളുകളും, പല സ്വഭാവമുള്ളവരും, പല സാധനങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വരും. അത് വളരെ ദോഷകരമായിട്ട് നാടിനെ ബാധിക്കും. അപ്പം ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന, നോക്കുന്ന ടൂറിസമാണ് ഇത് സസ്റ്റൈനബിൾ. കാരണം എന്നും നിലനിന്ന് പോകണം. സസ്റ്റൈനബിൾ ടൂറിസം ഷുഡ് മാക്സിമൈസ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. അതായത് സസ്റ്റൈനബിൾ ടൂറിസം എന്തിനാ ശ്രമിക്കുന്നത്, എൻവയോൺമെന്റൽ റിസോഴ്സസിനെ മാക്സിമൈസ് ചെയ്യാം. അതായത് എൻവയോൺമെന്റൽ റിസോഴ്സസ്, പ്രകൃതിയാലുള്ള റിസോഴ്സസ് എന്ത് ചെയ്യണം, മാക്സിമം ഉണ്ടാവണം. അതായത് അതിനെ മാക്സിമം നിലനിർത്തണം, മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം അതിനെ വൈഡാക്കണം. പ്രൊട്ടക്റ്റ് നാച്ചുറൽ ഹെറിറ്റേജ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയാലുള്ള നമ്മളുടെ പാരമ്പര്യവും ബയോഡൈവേഴ്സിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജീവവൈവിധ്യം. എവിടെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി എവിടെ കാണുക, വനങ്ങളിലായിരിക്കും, അല്ലെ. ജീവവൈവിധ്യം, പലതരത്തിലുള്ള ജീവികൾ. അപ്പം ഈ എന്ത് ചെയ്യണം, ബയോഡൈവേഴ്സിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസ്, സോഷ്യോ കൾച്ചറൽ ഓതന്റിസിറ്റി. അതുപോലെ തന്നെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസം മേഖല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഹോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഊട്ടി എടുക്കുക. അപ്പോൾ ഊട്ടിയിൽ സ്വമേധയാ ജീവിക്കുന്ന ആളുകൾ, അതായത് ഊട്ടിയിൽ അവിടെ ജനിച്ച് അവിടെ വളർന്ന് അവിടെ ജീവിക്കുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ അവരുടെ സോഷ്യോ കൾച്ചറൽ ഓതന്റിസിറ്റി, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള ഓതന്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി, അവരുടേതായിട്ടുള്ള ഒരു സാമൂഹിക സാംസ്കാരിക ഓതന്റിസിറ്റി, ഒരു ആധികാരികത അവർക്ക് ഉണ്ടായിരിക്കും.
അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അതുണ്ടായിരിക്കും അവർക്ക്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും നാച്ചുറൽ ഹെറിറ്റേജും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ റിസോഴ്സസ് മാക്സിമൈസ് ചെയ്യണം. ഇതൊക്കെ സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞില്ല. എൻഷുർ ലോങ് ടേം എക്കണോമിക് വയബിലിറ്റി, അതുപോലെ തന്നെ ലോങ് ടൈം എക്കണോമിക് വയബിലിറ്റി എൻഷുർ ചെയ്യണം. അതായത് ഇക്കണോമിക് വയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട് ആ നാട്ടിലുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ നാട്ടിലുള്ള ആളുകൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ എക്കണോമിക് വയബിലിറ്റി. അതായത് ഇങ്ങനെ ഇത്തരത്തിൽ ടൂറിസ്റ്റുകളും മറ്റും വരുന്നതോടുകൂടി ആ നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിത രീതി, അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ശേഷി നഷ്ടപ്പെടല്ല വേണ്ടത്. അവരുടെ എക്കണോമിക് വയബിലിറ്റി എന്തായിരിക്കണം, ലോങ് ടേം ആയിരിക്കണം. അതായത് ഇത് 1-2 അല്ലെങ്കിൽ 1-2 വർഷത്തേക്കോ ആഴ്ചക്കോ മാസത്തെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. അതായത് ഇത് എന്നേക്കും എന്ന നിലയ്ക്ക് ആ രീതിയിൽ എന്ത് ചെയ്യണം, ഇക്കണോമിക് വയബിലിറ്റി എൻഷുർ ചെയ്യണം. കാരണം അവർക്കൊരു ജീവിതമാർഗം എന്നും ഉണ്ടാവണം. അവർക്ക് ഇക്കണോമിക് വയബിലിറ്റി, ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി എന്നേക്കുമായിട്ട് ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യാൻ പറ്റണം. എന്നാൽ അതിലൂടെ, അതായത് ഇവിടെ ഒരു എക്കണോമിക് വയബിലിറ്റി മാത്രമല്ല നോക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ നാച്ചുറൽ ഹെറിറ്റേജ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ എൻവയോൺമെന്റൽ റിസോഴ്സസ് എന്ത് ചെയ്യണം, ചുരുക്കല്ല ചെയ്യേണ്ടത്, ഉള്ളതെല്ലാം നശിപ്പിക്കല്ല, മാക്സിമൈസ് ചെയ്യണം, മാക്സിമം കൂട്ടണം. അതുപോലെ തന്നെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ സോഷ്യോ കൾച്ചറൽ ഓതന്റിസിറ്റി എന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള അവരുടെ ജീവിത രീതിയെ, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കഴിഞ്ഞില്ല. പിന്നെയോ ഇറ്റ് ഷുഡ് റെസ്പെക്റ്റ് ദയർ ബിൽറ്റ് ആൻഡ് ലിവിങ് കൾച്ചറൽ ഹെറിറ്റേജ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 2 തരത്തിലുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, ബിൽറ്റ് ആൻഡ് ലിവിങ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇത് രണ്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ബിൽറ്റ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാംസ്കാരിക പൈതൃകം. അതായത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാംസ്കാരികമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് നമ്മൾ ഇപ്പോൾ കെട്ടിടങ്ങളാണെങ്കിലും തിയേറ്ററുകളാണെങ്കിലും അതുപോലുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ട്, അതായത് നിർമ്മിതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാരമ്പര്യം. ആ പാരമ്പര്യമാണ് ഇത് ബിൽറ്റ് എന്നുള്ളത്. പിന്നെ ഒന്ന് ലിവിങ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള അവരുടെ കഴിവുകളിലൂടെ, പലതരത്തിലുള്ള കഴിവുകൾ ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കഴിവുകളിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരു ഹെറിറ്റേജ്, അത് പിന്നെ ഓരോരുത്തർക്കും വ്യക്തികൾക്ക് ജന്മന അല്ലെങ്കിൽ അവരിൽ ഇൻബോൺ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള എന്തുണ്ട്, ഹെറിറ്റേജ് ഉണ്ട്. ഒന്ന് ബിൽറ്റ് കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാംസ്കാരികമായിട്ടുള്ള പൈതൃകം അല്ലേ, അപ്പം അതായത് നിർമ്മിതികളിലൂടെയും മറ്റും ജീവിത. രണ്ടാമത്തേത് ലിവിങ് കൾച്ചറൽ ഹെറിറ്റേജ്, അതായത് നമ്മളുടെ ഉള്ളിലെ ജന്മനാലുള്ള കഴിവുകൾ, അതായത് പാട്ടാണെങ്കിലും കൂത്താണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും അതിലൂടെയുള്ള ശേഷി. ഈ 2 ഹെറിറ്റേജിനെയും റെസ്പെക്റ്റ് ചെയ്യണം. പ്രൊമോട്ട് ഇന്റർകൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, വൈവിധ്യമായിട്ടുള്ള സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നത്, അതിനെ മനസ്സിലാക്കുന്നത് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടോളറൻസ് ആൻഡ് എൻഷുർ എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ ടോളറൻസിനെ പ്രൊമോട്ട് ചെയ്യണം. സഹിഷ്ണുത, അഡ്ജസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ എൻഷുർ എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ്, സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ തുല്യമായിട്ട് വീതിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാം. അതായത് ബെനിഫിറ്റ്സ്, സോഷ്യോ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇക്വിറ്റബിൾ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം സസ്റ്റൈനബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദിസ് അപ്രോച്ച്, ഈ ഒരു സമീപനം പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ടൂറിസം. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിത്തറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ടൂറിസമാണ്. എന്നും നിലനിൽക്കുന്ന ടൂറിസം എന്നും വേണം. This approach promotes sustainable tourism
ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ്. അതായത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിലയ്ക്കും, അതായത് ടൂറിസം അങ്ങോട്ട് വളരുമ്പോൾ മറ്റു മേഖലകൾ തളരാൻ പാടില്ല. ഓവറോൾ ഡെവലപ്മെന്റ്, അതായത് എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം. കൂട്ടത്തിൽ ടൂറിസവും വളരണം, എഡ്യൂക്കേഷനും വളരണം, ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം, അല്ലേ? എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലെയും ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ്, വളർച്ചയാണ് സസ്റ്റൈനബിൾ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തെ ലാസ്റ്റ് മെഡിക്കൽ ടൂറിസം. നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ, മെഡിക്കൽ ടൂറിസം വരെ. അപ്പോൾ ടൂറിസം അങ്ങോട്ട് കഴിയും. നോക്കൂ, മെഡിക്കൽ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻവോൾവ്സ് ട്രാവലിംഗ് ഔട്ട്സൈഡ് വൺസ് ഹോം കൺട്രി ഫോർ മെഡിക്കൽ കെയർ. മെഡിക്കൽ പരിചരണം, ചികിത്സ, ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി സ്വന്തം രാജ്യത്ത് നിന്നും പുറത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നതാണ് എന്ത്? മെഡിക്കൽ ടൂറിസം. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്നും, അല്ലെ, ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? സമ്പന്നരായിട്ടുള്ള ആളുകൾ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും മറ്റും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി മെഡിക്കൽ കെയർ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണ്. ഇതിന്റെ മറ്റു പേരുകൾ ഓൾസോ നോൺ ആസ് ഹെൽത്ത് ഓർ സർജിക്കൽ ടൂറിസം. അപ്പൊ ഇത് ഹെൽത്ത് ടൂറിസം എന്ന പേരിലും സർജിക്കൽ ടൂറിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പേഷ്യൻസ് ഓഫൺ ചൂസ് ലോ കോസ്റ്റ് പ്രൊസീജിയേഴ്സ് ഇൻ അതർ കൺട്രീസ് വിത്തൗട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഓർ ഇൻ സ്പെസിഫിക് ഡെസ്റ്റിനേഷൻസ്. ആളുകള് ചിലവ് കുറഞ്ഞ, പേഷ്യൻസ് ആളുകളല്ല, രോഗികൾ, പേഷ്യൻസ് ഓഫൺ ചൂസ്, അതായത് ആളുകൾ പലപ്പോഴും ലോ കോസ്റ്റ് പ്രൊസീജിയേഴ്സ്, അതായത് ചിലവ് കുറഞ്ഞ പ്രൊസീജിയേഴ്സ്. അതായത് ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ പോവുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഒന്ന് വിദഗ്ധമായ ചികിത്സയ്ക്ക് വേണ്ടി, മറ്റൊന്ന് ലോ കോസ്റ്റ് പ്രൊസീജിയേഴ്സ്, അതായത് വലിയ നൂലാമാലകളൊന്നുമില്ലാതെ ലോ കോസ്റ്റ് പ്രൊസീജിയേഴ്സ്, കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ, അതല്ലെങ്കിൽ ഓർ ഇൻ സ്പെസിഫിക് ഡെസ്റ്റിനേഷൻസ്, ചില പ്രത്യേക സ്ഥലങ്ങളിൽ. ഇവ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പൊ പഠിക്കാൻ വേണ്ടി, ഇപ്പൊ MBBS വേണ്ടി നമ്മളെ നാട്ടിലേക്കാൾ കുറഞ്ഞ ചിലവിൽ ഡോക്ടർ ആവാൻ പറ്റുന്ന വിദേശ രാജ്യങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ലോ കോസ്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ചികിത്സയുടെ കാര്യത്തിലും എന്തുണ്ടായിരിക്കും? തരത്തിലുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ആളുകൾ പോകുന്നുണ്ട്. ഇനി ഈ മെഡിക്കൽ ടൂറിസത്തിൽ ഇന്ത്യയും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യ ഹാസ് ബീൻ എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ മെഡിക്കൽ ടൂറിസം ഫോർ ഓവർ എ ഡെക്കേഡ്. ഒരു പതിറ്റാണ്ടിലധികമായിട്ട് മെഡിക്കൽ ടൂറിസം മേഖലയിൽ ഇന്ത്യയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. നമുക്കറിയാം, അല്ലേ? അതായത് ഇന്ത്യയിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധമായ ചികിത്സയ്ക്ക് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിദേശികൾ വരുന്നുണ്ട്. India's medical tourism industry is growing. India's medical tourism industry is growing in popularity due to its competitive pricing, high quality medical treatments and low living cost. ഇന്ത്യ, അതായത് മെഡിക്കൽ ടൂറിസം മേഖലയിലെ ഇന്ത്യയുടെ പോപ്പുലാരിറ്റി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ് ഗ്രോവിംഗ് ഇൻ പോപ്പുലാരിറ്റി. 4 കാരണങ്ങൾ കൊണ്ട്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് മെഡിക്കൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇന്ത്യ വളരുന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? ഒന്ന്, ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. ഒന്ന് കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ട്രീറ്റ്മെന്റിന് ആവശ്യമായുള്ള ചിലവ് തന്നെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്, അതായത് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഈ രംഗത്തെ മത്സരങ്ങൾ, കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. മറ്റൊന്ന് ഹൈ ക്വാളിറ്റി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അത് നമ്മൾ എടുത്തു പറയുന്നേ വേണം. നമ്മുടെ രാജ്യത്ത് ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് ലഭിക്കും. അതുപോലെ തന്നെ ലോ ലിവിങ് കോസ്റ്റ്, മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാനുള്ള ചിലവ് കുറവാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളാൽ നമ്മുടെ രാജ്യത്തിന്റെ മെഡിക്കൽ ടൂറിസം മേഖലയിൽ നമ്മുടെ രാജ്യം അതിവേഗത്തിൽ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്നു. ദ ഗവൺമെന്റ്, പിന്നെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഹാസ് സപ്പോർട്ടഡ് ഗ്രോത്ത് ത്രൂ പബ്ലിക് പോളിസി.
പബ്ലിക് പോളിസിയിലൂടെ, അതായത് പൊതുനയങ്ങളിലൂടെ ഈ മേഖലയുടെ വളർച്ചയെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും പ്രോത്സാഹിപ്പിക്കുന്നു. ഏതുപോലെ? സച്ച് ആസ് നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2002, 2002 വന്ന നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്ന സംവിധാനവും, ആൻഡ് മിനിസ്ട്രി ഓഫ് ടൂറിസംസ് പ്രൊമോഷൻ ഓഫ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സർവീസസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടൂറിസം മിനിസ്ട്രിയുടെ, അതായത് ടൂറിസം മിനിസ്ട്രിയുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സർവീസസ്, അതായത് ഒരു വ്യക്തിയുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പൂർണ്ണ ഹെൽത്തുമായിട്ട്, ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഹെൽത്ത്, അതായത് ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്ന പോലുള്ള, അതായത് ടൂറിസം മിനിസ്ട്രി പ്രൊമോട്ട് ചെയ്യുന്ന, മിനിസ്ട്രി ഓഫ് ടൂറിസം അല്ലെങ്കിൽ ടൂറിസം മിനിസ്ട്രി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സർവീസാണ് എന്ത്? ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ. അതായത് ഒരു വ്യക്തിയുടെ ഹോളിസ്റ്റിക് ഹെൽത്ത്, കംപ്ലീറ്റ് ഹെൽത്ത്, ദാറ്റ് മീൻസ് ഫുൾ ബോഡി ഹെൽത്ത്, പൂർണ്ണ ആരോഗ്യം, അതായത് ഒരു വ്യക്തിയുടെ മുഴുവനായും ശരീരം സംബന്ധിച്ച സേവനങ്ങൾ. ദ മെഡിക്കൽ വിസ, പിന്നെ അടുത്തൊന്ന് ദ മെഡിക്കൽ വിസ അപ്ലിക്കേഷൻ പ്രോസസ് ഹാസ് ബീൻ സിംപ്ലിഫൈഡ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു പിന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി, അല്ലെ, ഈ വിസ, അതുപോലെ തന്നെ ഈ പാസ്പോർട്ട്, ഇത്തരം സംവിധാനങ്ങൾ വന്നതോടുകൂടി ഇന്ത്യയിൽ മെഡിക്കൽ വിസ സംവിധാനങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ചെയ്തിട്ടുണ്ട്, വളരെ ലളിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിസ, നമുക്കറിയാം പലതരത്തിലുള്ള വിസകളുണ്ടല്ലോ, അതിൽ മെഡിക്കൽ വിസയ്ക്ക് ഇന്ത്യയിലേക്ക് ഒരാൾക്ക് അപ്ലൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. അപ്പം ഇത്തരത്തിൽ ഇത് ഇന്ത്യയുടെ ടൂറിസം മിനിസ്ട്രിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സംവിധാനങ്ങൾ എങ്ങനെ ഈസി ആക്കിയത്, സിംപ്ലിഫൈഡ് ആക്കിയത്. അപ്പൊ ഇത്തരത്തിൽ ഈ മേഖലയുടെ ഗ്രോത്തിനെ, അല്ലെങ്കിൽ ഈ മേഖലയുടെ വളർച്ചയെ സർക്കാരുകളും എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? ടൈപ്സ് ഓഫ് ടൂറിസം എന്നുള്ള ഒരു ഏരിയ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് ഭാഗം, കാരണം യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തു വരുന്നത് ഒന്നാമത്തെ ബ്ലോക്ക്, ഒന്നാമത്തെ യൂണിറ്റ്, പിന്നെ രണ്ടാമത്തെ യൂണിറ്റ്. ഇവിടെ ഓരോ ബ്ലോക്കിലും ഈ 2 യൂണിറ്റ് വീതമാണ് വരുന്നത്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്, നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തു പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകളില്ലേ, ഇപ്പോൾ ഈ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തിട്ടും അതല്ലാതെയും പഠിക്കുന്ന ആളുകളില്ലേ, അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾ, അതായത് ലാസ്റ്റ് ബ്ലോക്ക് നിന്ന് ഇങ്ങോട്ട് പഠിച്ചു വരികയാണെങ്കിൽ, കാരണം ഞാൻ എടുക്കുന്ന ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, കാരണം ഇതൊരു സിമ്പിൾ പേപ്പർ ആണല്ലോ അല്ലേ, അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ, നമുക്ക് തന്നെ എന്താണ് പറയുന്നതെന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ശ്രമിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ആ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന്, 5ാമത്തെ ബ്ലോക്ക് ആണെങ്കിൽ 5ാമത്തെ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി വരിക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ ബ്ലോക്കും ഒന്നാമത്തെ യൂണിറ്റിൽ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് അവിടുന്ന് ഇപ്പം എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് എടുക്കുന്നതും നിങ്ങൾ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് എടുക്കുന്നതുമായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ 2 ഭാഗത്തു നിന്ന് പോയി കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ പോർഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കി വരുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക് ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കി വരിക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.